ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വലയിടാൻ പോകുക. നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് വലയിടാൻ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു തോട. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടേ വരത്തുള്ളൂ. തോനെയൊന്നും കാണാൻ വേണ്ടി അവിടെ ഇല്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് കയറി പോകുന്നത്. അപ്പോൾ അടിപൊളി, അതിനകത്ത് കയറിയാൽ തന്നെ മീനുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മളിന്ന് പോകുന്നത് അവിടേക്കാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴ പെയ്യുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു തോട്ടിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത് ഉണ്ടോ. അയ്യോ, വലിയ പാടാണ് കേട്ടോ. കുനിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ ഇതിനകത്തോട്ട് വലയിടാൻ കയറിയിട്ടില്ല. അത്ര കുഴിയുള്ള ഒരു തോട, കുഴിയല്ല, കമ്പും കുളിയൊക്കെ ഉള്ള ഒരു കുളമാണ്. ഇവിടെ ഈ കയറുന്ന വാതിലേ ഉള്ളൂ കേട്ടോ, പിന്നെ ഉള്ളിലോട്ടൊന്നും വലിയ കാടില്ല. കാട് ഇല്ലെന്നല്ല, കാടുണ്ട് സൈഡിലൊക്കെ. ഇത്രയും കണ്ടൽക്കാടാ കേട്ടോ. ഭയങ്കര ഒരു വനം പോലെ കിടക്കുക. സൈഡ് മൊത്തം കാടാ കേട്ടോ. എന്താ പന്തൽ പോലെ പടർന്ന്, പന്തൽ ചാർച്ച് കണക്ക് കിടക്കുന്നു രണ്ട് സൈഡിലും. ഭയാനകമായ സ്ഥലം. ആമസോൺ കാട് പോലെ ഇല്ലേ ചേട്ടാ? അയ്യോ, ആമസോൺ കാടാ. ആമസോൺ കാട്ടിൽ ഒരു ഇത്രയും വനമില്ലെന്ന് തോന്നുന്നു. ഈ ഒരു കാടിനകത്താണ് ഞങ്ങൾ വലയിടാൻ വന്നത്. തുള്ളി വിടുക. മൊത്തം കാട്, കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കാടില്ലാതുള്ളത്. കുറേ ചുള്ളികളൊക്കെ കിടക്കുന്നു ഇതിനകത്ത്. വലയിട്ടാൽ വലയും കിട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. മുടിയിലെല്ലാം കൊത്ത് കയറിയിട്ടുണ്ട് രണ്ട് സൈഡും. ഓര് കയറി മൂടിക്കിടക്കുമെന്നല്ലേ. ഇപ്പോഴത്തെ ഈ മഴ പെയ്ത് കാരണം ഓര് കയറിയിട്ടുണ്ട് കേട്ടോ. ഓരിറങ്ങി, ഒരു കയറിയതല്ല, കരയ്ക്കുന്നുള്ള ചെമ്മണ്ണൊക്കെ കിടക്കുന്ന പുരയിടങ്ങളല്ലേ. അപ്പം നമ്മൾ റോഡ് സൈഡിന്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൻ്റെ സൈഡിന് നമ്മൾ വലയിടുന്നത്. അപ്പം പുരയിടത്തിലൊക്കെ കരമണ്ണടിച്ച് ഇട്ടത് കാരണം അതിൻ്റെ കരമണ്ണിൻ്റെ കറയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഓരിറങ്ങിയിട്ടുണ്ട്. മീനുണ്ടോ എന്നറിയത്തില്ല, എന്നാലും നമ്മൾ ഇവിടെ വലയിടുക. ഒരു കാടും പടലും ഒന്നും ഇല്ലാത്ത ഒരു തോടായിരുന്നു ഇത്. നല്ല സൈഡൊക്കെ നല്ല രീതിയിൽ കണ്ടോ. ഒരു കണ്ടലിൻ്റെ ചുവട്ടിലാണ് ഞാൻ വന്ന് നിൽക്കുന്നുണ്ടോ. കണ്ടലിൻ്റെ തൈ അത് അവിടെ പിടിച്ചു നിന്നത് വളഞ്ഞ് തോട്ടിലോട്ടായിപ്പോയി. അവിടെ കെട്ടിയിടാനോ? ആ, കഴിക്കോടെടുത്തില്ല. വള്ളം എന്താണെന്ന് അടുക്കാഞ്ഞത്?
ഞാനിവിടെ പിടിച്ച് അങ്ങോട്ട് തള്ളിക്കൊണ്ടിരുന്നതാ, ഈ കണ്ടലെ പിടിച്ച് എൻ്റെ മുഖത്ത് വന്ന് അടിച്ചത് കാരണം. കെട്ടിയിട്. അപ്പം കണ്ടോ ഇവിടെ ഒരു വനം പോലായി. വനം പോലെ ആയതല്ല, വനമാണ് ഇപ്പം. ഭയങ്കര വനമായിപ്പോൾ. ഞാനും കുട്ടനോടൊക്കെ ഇവിടെ വന്ന് കോരി ഇഷ്ടം പോലെ മീൻ പിടിച്ചിട്ടുള്ളതാണ്. മീനെന്ന സ്വപ്നം ബാക്കിയാ. തൊട്ട് ഒരു 5 മീറ്റർ നീളവേ ഉള്ളൂ, അത്ര അടുത്ത റോഡ്. ഈ ഒരു തോട് നല്ല വൃത്തിക്ക് കിടന്ന ഒരു തോടാ. മീൻ കാണും, ഈ ചുള്ളിയിലെ കീഴിലൊക്കെ മീൻ കാണും. എൻ്റെ ഇവിടെ ദേഹത്തൂടെ ഏതാ ഇഴയുന്ന ഉറുമ്പ് വല്ലതും ആണോന്ന് അറിയത്തില്ല. അതോ ഇനി ഈ പച്ചലയിൽ ഉറുമ്പ് പിന്നെ പുഴുക്കളിരുന്നാലേ അത് കയറും ദേഹത്ത്. ഇവിടെ ഒരു വലിയൊരു മരം ഇതിനകത്ത് വീണ് കിടന്നായിരുന്നല്ലോ, അത് അഴുകിപ്പോയി കാണില്ലയോ? അത് ആ സൈഡിൽ കൂടെ തന്നെ. അത് ഇവിടെ എങ്ങാണ്ടാ കേട്ടോ, ഇവിടെ അല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയ. നമ്മളിലും ഒരിപ്പം 3-4 ദിവസം കൊണ്ട് വല ഇടുന്നില്ലായിരുന്നു, കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഒന്നും ഇട്ടണൊക്കെ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് ഇടാമെന്ന് വിചാരിച്ചതാണ്. 3-4 ദിവസമായി നമ്മൾ വലയിട്ടിട്ട്. ഇന്ന് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ നമ്മളന്ന് ഇട്ടപ്പോഴും നമുക്ക് ഒരു പൊടിയൊരു ഞണ്ടാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൈഡിലെല്ലാം കണ്ടൽ ഇപ്പോൾ ചെറിയ ചെറിയ കണ്ടലുകൾ കണ്ടോ. നമ്മുടെ റെയിൽവേ ലൈൻ അല്ലേ, ഇലക്ട്രിക് ലൈൻ കിടക്കുന്നുണ്ടോ, അത്രയും ദൂരമേ ഉള്ളൂ നമ്മുടെ ഈ കണ്ടവും റോഡുമായിട്ട്. കാടായിപ്പി. പിടിച്ചു വിടാൻ ചേട്ടാ. എന്തുവാ ലിജി ഭയങ്കര ഉറക്കം. ഞാൻ മൊബൈൽ എടുത്തോണ്ട് പോരുന്നു. ഞാൻ കുട്ടൻ വീട്ടിലില്ല, ലിജി നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വിളിച്ചില്ല, ഉറങ്ങിക്കോട്ടെന്ന് കരുതി. ക്ഷീണമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അടുത്ത മൊബൈലും കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോരുന്നതാണ്. വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറയാൻ. തൊട്ടടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, ആളവിടെ കിടന്നോളും. ഇതിനകത്തൊക്കെ ഭയങ്കര കറയാന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും കാണാൻ സാധ്യതയില്ല കേട്ടോ, വെറുതെ മെനക്കെട്ടതാന്ന് തോന്നുന്നു. ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കിടന്നേനെ. സമയം ഇപ്പോൾ 5:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇരുട്ടി ഒരു ലുക്ക് ഉണ്ടോ. ഭയങ്കര കാടാണ് ഇതിനകത്ത് കേട്ടോ, പേടി ആവുന്ന കാട്. മൊത്തം കണ്ടലും കമ്പട്ടിയുക.
ആർച്ച് പോലെ കിടക്കും. ആർച്ച് പോലെന്ന് പറയണ്ട, ആർച്ച് അല്ലയോ ഉണ്ടോ. അങ്ങോട്ടൊരു ചെറിയൊരു തോടുണ്ട് കേട്ടോ, കുറച്ച് ഭാഗമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വെള്ളക്കെട്ടായിട്ട് കിടക്കുക. അത്ര മനോഹരമായ സ്ഥലമാണെന്നറിഞ്ഞോ ചേട്ടാ? അതെ. പണ്ടിവിടെ ഇതിൻ്റെ സൈഡിലെല്ലാം തെങ്ങുണ്ടായിരുന്നു കേട്ടോ, മൊത്തം പോയി, തെങ്ങുകൾ മൊത്തം പോയി. ഇപ്പം കുറേ കണ്ടലും കാടും ഒക്കെ ആയി കിടക്കുക, കണ്ടൽക്കാടായിപ്പോയി. മീൻ കിട്ടിയില്ലെങ്കിലും ഈ ഒരു കാട് കാണാൻ സാധിച്ചല്ലോ. അപ്പം നമ്മൾ പുറത്തിറങ്ങാൻ പോവാം, പുറത്തിറങ്ങാറായി. പുറത്തിറങ്ങി, ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. വെയിൽ വെട്ടം കണ്ടോ, ഇത്രയും നേരം നമ്മൾ വെട്ടമില്ലാതെ ഇരുന്നതാണ്. അപ്പം നമ്മൾ പുറത്തിറങ്ങി. ഇനി പുറത്ത് ബാക്കിയുള്ള വല നമുക്കിനി പുറത്തും ഇടാം. നിങ്ങൾ എങ്ങോട്ടാണ് ഇടുന്നേ? അങ്ങോട്ടിടാം. ബാക്കിയോ? അവിടെ അത്രയേ ഉള്ളായിരുന്നു ഇടാൻ. എതിനകത്ത് ഇതിനകത്തോട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടത്തിൽ കൊണ്ടുപോയി ഇടാം. ഇപ്പം നമ്മൾ അവിടെ കുറച്ച് വല ഇട്ടിട്ടുണ്ട്. നല്ലതും കിട്ടുന്നെങ്കിൽ നമ്മുടെ ഭാഗ്യം. ഇതിനകത്തൊന്നും മീനൊന്നും ഉള്ള തോടല്ല. പൊരിയൊക്കെ കാണുന്നല്ലോ ചേട്ടാ അതിനകത്ത്. ഇപ്പം 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ വലയിടാൻ പോകുന്നത്. വെയിലൊക്കെ താണ്. മഴക്കോളുണ്ട്, ശരിക്കും മഴക്കോളുണ്ട്. മഴ പെയ്യും. കാക്കയും കിളിയൊക്കെ അതിൻ്റെയൊക്കെ കൂടുകളിൽ പോകാനായിട്ട് വിപ്രാളം അടിച്ചു കിടന്ന് പറക്കുന്നുണ്ട്. പരുന്ത് ഇവിടെ മീൻ പൊങ്ങി നടക്കുന്നോ? അപ്പം നമ്മൾ ഇത് പോകുന്നത് സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. അല്ല, വഴിയാ ഇപ്പം ഈ പോകുന്ന തോട്. വെള്ളം ഊന്നിക്കൊണ്ട് പോകുന്ന ഒരു തോട്. തോനെയുണ്ടോ ഇതിനി? കുറച്ചേ ഉള്ളോ? അപ്പം നമ്മളൊന്ന് അടുത്ത ഗുഹയ്ക്കകത്തോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കമ്പും കൊളിയൊക്കെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം നല്ല തൊട. ഇതൊക്കെയാണ് ഇവിടുത്തെ രസം. അപ്പോൾ നമ്മളിപ്പം കണ്ട ആ സ്ഥലമൊക്കെ നല്ലതാണെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. മീൻ പിടിക്കുന്നത് മാത്രം കണ്ടാൽ പോരാലോ. നമുക്ക് മീൻ മാത്രമല്ല, നിങ്ങളെ നല്ല സ്ഥലങ്ങൾ കൂടി ഒന്ന് കാണിക്കണം എന്നുള്ളതാണ്. അവിടെ കെട്ടിക്കും. ഇപ്പോൾ നമ്മളിപ്പം റെയിൽവേ ലൈനിൻ്റെ തൊട്ടടുത്താണ് കിടക്കുന്നത്. പാളത്തിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമുക്കത് അവിടെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ട്രെയിൻ. ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടെ റോഡിൻ്റെ അടുത്തുനിന്ന്, നമ്മുടെ ബസ് റൂട്ടിൻ്റെ അടുത്തുനിന്ന് നമ്മൾ മാറി ഇപ്പം റെയിൽവേ പാളത്തിൻ്റെ അടുക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പം ഒരാൾ തുഴയുകയും വേണം, ഒരാൾ വലയിടുകയും വേണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റൂ. പെട്ടെന്ന് ഇട്ടേച്ച് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ കുറേ താമസം വരും. അതിവിശാലമായ ഒരു കുളം കേട്ടോ. ആവശ്യത്തിനുള്ള മീനും ഞണ്ടും കുഞ്ചുമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഉള്ള സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടാൻ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. അതല്ല ഇതില്ലെന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല.
പിന്നെ നമ്മുടെ വലയുടെ മോശവും കാണും അതിനകത്ത്. ഇതിപ്പം നമ്മൾ ഈ ഇടുന്നത് ഞണ്ടിൻ്റെ വലയൊക്കെയാണ്. അതിനകത്ത് മീനും ഇടയ്ക്ക് കയറുന്നുണ്ട്. പിന്നെ മീനിന് മാത്രമായിട്ടുള്ള വലയുണ്ട്, കരിമീനിന് മാത്രമായിട്ടുള്ള. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോയി. ഇനി കുറച്ച് വല മേടിച്ച് കെട്ടിയെടുക്കണം. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് കാണാം. ഇത്രയും അടുത്താണ് നമ്മൾ കിടക്കുന്നത്. ഇതിന് തൊട്ട് അപ്പുറത്ത് മാറിയാണ് നമ്മുടെ വീട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ കണ്ടൽ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ സമയം പോലെ വന്ന് ഇതുവഴി കയറി നമുക്ക് അപ്പുറത്തെ കുറേ വീഡിയോകളൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ എടുക്കാം. ഇതിലും നല്ല സ്ഥലങ്ങൾ അപ്പുറമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം. അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒക്കെ ഇട്ട് തീർന്നു. നമ്മളിനി വീട്ടിൽ പോകാം. നേരെ വീട് പിടിക്കാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് വലയെടുക്കാം. അപ്പോൾ നമ്മൾ വലയെടുക്കാൻ വന്നതാണ്. രാവിലെ ഇച്ചിരി താമസിച്ചെടുക്കാമെന്ന് കരുതി. കാരണം ഇന്നലെ നമ്മൾ നേരത്തെ ഇട്ടാണെങ്കിൽ മീനൊന്നും ഇല്ലല്ലോ രാവിലെ എടുക്കുമ്പം. അപ്പോൾ എന്നാൽ കുറച്ച് താമസിച്ച് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇത്രയും താമസിച്ച് വന്നത്. അപ്പം നമ്മൾ ഒരുപാട് താമസിച്ചാണ് വന്ന് വലയെടുക്കുന്നത് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊന്നിട്ട് നമ്മൾ വെളുപ്പിനെയൊക്കെ എടുക്കുന്ന കാരണം മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇച്ചിരി താമസിച്ച് വലയെടുക്കാമെന്ന് കരുതി. അതാ നമ്മൾ നേരത്തെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണോ മീൻ കിട്ടാത്തതെന്ന് അറിയത്തില്ല. കിടക്കട്ടെന്ന് കരുതി. അതുമാത്രമല്ല, എനിക്ക് കുടുംബശ്രീയുടെ ലോണ് കൊണ്ട് അടയ്ക്കാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നലെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. കുട്ടൻ വീട്ടിലില്ലായിരുന്നു. കുട്ടൻ വർക്കിന് പോയതുകൊണ്ട്. അപ്പം ലിജി ഒറ്റയ്ക്കുള്ളായതുകൊണ്ട് പിന്നെ പോയില്ല. ചേട്ടനും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ട് ഇന്നലെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരിക. കുറച്ച് ദൂരം പോകണം കൊണ്ട് കൊടുക്കാൻ. കുടുംബശ്രീയുടെ സംഘം കുടുംബശ്രീ കൂടിയതിൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അതാ കാര്യം. ഇന്ന് കൊണ്ട് കൊടുക്കേണ്ടി വന്നേ. എല്ലാ പ്രാവശ്യം അന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഒന്നുമില്ല. അവിടെ കെട്ടിയിരിക്കല്ലേ. ഇവിടെ നിന്നുള്ള വലയും കൂടെ വരുന്നല്ലോ. അവിടെ കെട്ടിയേക്ക് വന്നത്. എന്തുവാ? എലപ്പാട്ടി. നങ്കെന്ന് പറയും. എലപ്പാട്ടി. അങ്ങനെ ഒരു നങ്ക് വീണ്. നങ്കല്ല, എലപ്പാട്ടി. ജീവനുണ്ടോ ചേട്ടാ? ഉണ്ടോ? അത് പെട്ടെന്ന് ആവത്തില്ല അല്ലയോ? അപ്പോഴങ്ങനെ നമ്മൾ നമ്മുടെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുക. ഗുഹയ്ക്കുള്ളിലെ വലയെടുക്കാൻ അല്ല, ഇത്രയും സമയമായിട്ട് ഇതിനകത്തെ ആ ഇരുട്ട് മാറുന്നില്ല.
പെടലിക്കൊക്കെ വന്ന് അടിക്കുക കമ്പ്. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഉണ്ടോ? കമരണോ? അയ്യോ കൃഷ്ണ, അയ്യോ അങ്ങനെ കഴിഞ്ഞ്. ഗുഹ കഴിഞ്ഞു കേട്ടോ. ഗുഹ ഗുഹ ഗുഹ. വല അങ്ങോട്ട് കുഞ്ഞുണ്ട് കേട്ടോ, കുറച്ച് ഭാഗം. അങ്ങനെ നമ്മൾ നമ്മുടെ ആമസോൺ കാടിനുള്ളിൽ കയറി. ഇനി നമ്മുടെ വലയെടുക്കാൻ പോവാ. ലീവുള്ളവരുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിൽ നമ്മൾ കുറേ നാളായി ഇട്ടിട്ട് വല. അങ്ങ് കിടന്നേട്ടാ. ഓ അവിടെ വരെ അങ്ങാണ്ട് കൊണ്ടുവന്ന് കെട്ടി ഇട്ടുന്നയാന്ന് തോന്നുന്നു, ഇല്ലയോ? അങ്ങ് പോയിട്ട് ആദ്യം. ആമസോൺ കാട്. കണ്ട് മീൻ പിടിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്നില്ലേ? സത്യം, ഞാനും കൂട്ടിനൂടെ കണ്ട് കോരിയിട്ടുണ്ട് മീൻ. കോരുമ്പോൾ ഇങ്ങനെ മീനിങ്ങനെ ഇറങ്ങി വരും ഇതിൻ്റെ കീഴിൽ നിന്നൊക്കെ. കിടക്കും നമ്മുടെ കുപ്പി. തള്ളണോ? ഒരു കരിമീൻ. തള്ളണോ? ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കുഴിയായിപ്പോയി. തന്നെയല്ല, ഭയങ്കരമായ വേലിയേറ്റം കയറി കിടക്കും. ഭയങ്കര വേലിയേറ്റം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ മുറ്റത്ത് കയറുന്ന സൈസ് വെള്ളം, അതുപോലെ വെള്ളമാണ് ഇപ്രാവശ്യം. അതാ ഇവിടെ ഇല്ല വിറവ് കിടന്ന് ഇല്ലേ? തള്ളിയത് മതിയാ? കഴിഞ്ഞല്ലോ. ഒരു കരിമീനേ ഉള്ളായിരുന്നു ഒന്നില്ലേ? അവിടെ കണ്ട് കെട്ടിയിരിക്കുവന്നല്ലേ? ആണോ?
ഇന്നത്തെ വലയടിയിൽ നമുക്ക് ഒരുപാട് മോശം കേട്ടോ. മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും വെള്ളത്തിൽ നമുക്ക് ഒരു കൊച്ചു കറിക്കുള്ള ദാണ്ടേ വലിച്ചു. എന്ത് ഇത്? ചെമ്പല്ലി. നോക്കട്ടെ. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്പല്ലി. കയറി വന്ന വഴിക്ക് ഉള്ള മടല്. കയറി വന്ന വഴിക്ക് ഈ വലയെ കുരുങ്ങിപ്പോയതാട്ടോ. പോയാലോ? അപ്പോൾ നമുക്ക് തിരികെ പോകാം. നമ്മുടെ ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്കുള്ള ഇന്നത്തെ കറിക്കുള്ള മീനായിട്ടുണ്ട്. നല്ലോണം വീഴത്തില്ലല്ലോ, കാടുണ്ടാവണ്ടേ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി പോവും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുക, വലയടിയിൽ നിർത്തുക. അപ്പോൾ നമ്മൾ വലയൊക്കെ എടുത്ത് നമുക്ക് അത്യാവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടി. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. അപ്പം മീനൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം ചേട്ടൻ ബായ് പറഞ്ഞ് കേട്ടോന്നറിയത്തില്ല. അപ്പം നമുക്ക് വീട്ടിൽ ചെന്ന് മീനൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വരെ കൊണ്ടുപോകുന്നില്ല. വീട്ടിൽ വല ഇവിടെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോകാം. കാരണം നമ്മുടെ വഴിയിൽ കുറച്ച് ഭാഗത്ത് വെള്ളം കിടക്കും. അപ്പോൾ ഇപ്പോഴത് വലയൊക്കെ ആയിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് മീൻ അങ്ങ് എടുക്കാം വലയിൽ നിന്ന്. നല്ലൊരു ചെമ്പല്ലി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെമ്പല്ലി കിട്ടിയാൽ അത്രയും വലിപ്പം ഇല്ല, അതിലും വലിപ്പമുണ്ട്. നല്ലൊരു ചെമ്പല്ലി. അടുത്ത ചാവാറ്റയുള്ളത്. കവറൊന്നും ഇല്ലല്ലോ. വള്ളത്തെ കവറും എല്ലാം കിടപ്പുണ്ടോ കൊണ്ടുപോകാനാ? ഒന്നുമില്ല. കൈ പിടിച്ചുണ്ടങ്ങ് പോകാം. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ചെമ്പല്ലി. ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് വരുന്ന ചെമ്പല്ലി. ഇനി ഒരു കരിമീനും ഉണ്ട്. ഒരു നങ്കെന്ന് പറയുന്ന മീൻ, ഇലപ്പാട്ടി, അതുകൊണ്ട് എന്തേ കരിമീൻ എന്തേ? കരിമീനും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കരിമീനാണ്. കരിമീൻ രാവിലെ അങ്ങോട്ട് വീണതാ അല്ലയോ? ഇത് രാത്രി വീണ്, നമ്മൾ കൊണ്ടിട്ടേച്ച് പോയിട്ട് പുറകിൽ അങ്ങാണ്ട് വീണതാ. ഇതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും ഇല്ലയോ? തുണക്കാൻ പറ്റുമോ? അപ്പോൾ ഈ നമ്മുടെ ചെമ്പല്ലി ഉണ്ടല്ലോ, ഒന്ന് കുറേ നേരം അങ്ങോട്ടായി ചത്തു പോയിട്ട് കേട്ടോ. അപ്പം ഇതിനെ നമുക്ക് ഉണക്കിയെടുക്കാം. ഫ്രിഡ്ജിനകത്ത് കണ്ടിച്ച് വൃത്തിയാക്കി വെച്ച് ഫ്രിഡ്ജിനകത്ത് ഉപ്പും വെച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്കെടുത്ത് പുറത്ത് വെച്ചൊന്ന് വെയിൽ കൊള്ളിക്കാം. ഉപ്പ് ചേർത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഇട്ട് വെച്ചിട്ട് കീറണം. എന്നിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കാം. നമ്മുടെ കരിമീനെ എടുത്തു.
കരിമീൻ കിടന്ന് ചാടും. ഇനി അതിലെ ഇനി വേറെ ഏതാണ്ട് ഒന്നും ഉണ്ടല്ലോ. എന്തുവാ അത്? അത് ഇത് തറയിൽ കിടക്കുക. അത് വെള്ളം ഒതുക്കും. ശരുവത്തിൻ്റെ കീഴില്ല. ശരുവത്തിൻ്റെ കീഴിലുണ്ട് ചേട്ടാ. വെള്ളം ഒതുക്ക്. വെള്ളം വൃത്തിയാക്കണം കേട്ടോ. വെള്ളത്തിൽ മൊത്തം പൊടിയും അതും ഇതുമായി ഇലയും എല്ലാം മീനും കിടക്കുന്നു. അപ്പോൾ നമ്മുടെ മീൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ഇലപ്പാട്ട് കിടപ്പുണ്ട്. അത് ചരുവത്തിനടിയിൽ. ആ ചരുവം പൊക്കിയിട്ടേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇലപ്പാട്ടി. ആ മീൻ എവിടെ ഇരുന്നാൽ തന്നെ അറിയാനില്ല കേട്ടോ. തൊലി ഇരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമാണ്. രണ്ട് സൈഡിലും പറക്കൽ നല്ലതുപോലെ കത്രികയ്ക്ക് വെട്ടിയിട്ട് തലഭാഗത്ത് നിന്ന് പിടിച്ചാൽ മതി. തൊലി ഇരിഞ്ഞ് പോരും. പോയാലോ? മീനുമൊക്കെ ആയിട്ട് പോകാൻ.